ഡിയർനെസ് അലവൻസ്, DA, ക്ഷാമബത്ത. ഈ ക്ഷാമബത്ത എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ക്ഷാമബത്ത അനുവദിച്ചത് PS നടരാജപിള്ള എന്ന് പറയുന്ന ഒരു ധനമന്ത്രി ഇരുന്നപ്പോഴാണ്. ആരാണ് ഈ PS നടരാജപിള്ള? തിരുവനന്തപുരത്ത് 1000 ഏക്കർ സ്ഥലമുണ്ടായിരുന്ന രാജകൊട്ടാരത്തിൽ നിന്ന് PS നടരാജപിള്ള അച്ഛൻ മനോമണി സുന്ദരംപിള്ള, പ്രൊഫസർ മനോമണി സുന്ദരംപിള്ള രാജാവിൽ നിന്ന് വാങ്ങിയ കിട്ടിയ വസ്തു അതുൾപ്പെടെ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്ന, എന്നാൽ അവസാനം മരണസമയത്ത് ചെറിയൊരു ഓല കെട്ടിടത്തിലേക്ക് ജീവിതം മാറ്റി മുഴുവൻ സ്വത്തും തിരിച്ച് ഗവൺമെൻറ്റിന് കൊടുക്കേണ്ടി വന്ന, കുറേ കണ്ടുകെട്ടി കുറേ തിരിച്ചു കൊടുക്കേണ്ടി വന്നു. സർ CP രാമസ്വാമി അയ്യരുടെയുമായിട്ടൊക്കെ പ്രശ്നത്തിലൊക്കെ കുറച്ച് കണ്ടുകെട്ടി കുറച്ച് തിരിച്ചു കൊടുത്തു. എന്തായാലും അങ്ങനെ കൊടുത്ത സ്ഥലത്താണ്, അഗ്രികൾച്ചറൽ റൂറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി കൊടുത്ത സ്ഥലമാണ് ഇന്ന് ലാ അക്കാഡമി ആയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അത് ബാലകൃഷ്ണപിള്ളയ്ക്ക് കൊടുത്ത സ്ഥലം, ബാലകൃഷ്ണപിള്ളയും എം എൻ ഗോവിന്ദനായരും സംഘമൊക്കെ കൂടി നടത്തിയ ഒരു ഗൂഢാലോചനയായിരുന്നു അത് ഇന്നത്തെ ലാ അക്കാഡമി. അതും പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ആ സ്ഥലം PS നടരാജപിള്ള കൊടുത്തു വിട്ടത് കാർവിപുരം കോളനിയാണ്, പേരൂർക്കട. അത് കൊടുത്തത് ഞാൻ ഈ പറഞ്ഞതുപോലെ ലാ അക്കാഡമിക്കല്ല, അത് റൂറൽ അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ തുടങ്ങാനാണ്. അത് ആദ്യം ഇവിടെയാണ് തുടങ്ങിയത്, ഗ്രാമവികസന വകുപ്പ് എന്നൊക്കെ പറഞ്ഞ് ഗ്രാമവികസന പരിശീലനമൊക്കെ. പിന്നെ അത് കൊട്ടാരക്കരയ്ക്ക് കൊണ്ടുപോയി അവസാനം ഇത് ലാ അക്കാഡമി കൊടുക്കുകയും ചെയ്തു. അത് ഞാൻ സാന്ദർഭമായി പറഞ്ഞു. അദ്ദേഹം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂൻസി അസംബ്ലിയിൽ അംഗമായിരുന്നു PS നടരാജപിള്ള. ആ PS നടരാജപിള്ള ധനകാര്യമന്ത്രിയായിരുന്നപ്പോഴാണ് ഒരു ക്ഷാമബത്ത കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. ക്ഷാമബത്ത എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല, സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കാലാകാലങ്ങളിൽ സമൂഹത്തിൽ സാധനങ്ങൾക്ക് വില കൂടുമ്പോൾ, സേവന വ്യവസ്ഥകൾക്ക് ബസ് ചാർജും കറണ്ട് ചാർജും വാട്ടർ ബില്ലും ഒക്കെ സമൂഹത്തിൽ കൂടുമ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി ചെറിയൊരു തുക കൂടി ശമ്പളത്തിന് പുറമെ കൊടുക്കുന്ന ഒരു കാഴ്ചപ്പാട് വന്നു. അതൊരു ചെറിയ പെർസെൻറ്റേജാണ് കൊടുക്കേണ്ടി വന്നത്. അങ്ങനെ വന്ന് അതെല്ലാ വർഷവും വർഷത്തിൽ 2 പ്രാവശ്യം 6 മാസം കൂടുമ്പോൾ ചെറിയൊരു തുക കൊടുക്കും, ഒരു 3% തുക കൊടുക്കും. അങ്ങനെ കൊടുക്കേണ്ടുന്ന DA കഴിഞ്ഞ 2-3 വർഷമായി 18% കേരളത്തിൽ മുടങ്ങിക്കിടക്കുന്നത്. അങ്ങനെ 18% മുടങ്ങിയപ്പോൾ IASകാർക്ക് 9% DA കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാവർക്കും IAS ആവാൻ പറ്റുമോ? IASകാർ തന്നെയാണ് ഇരുന്ന് ഈ ഫയൽ എഴുതുന്നത്. നല്ല തമാശ അതാണ്. IASകാർ തന്നെയാണ് ഇരുന്ന് ഫയൽ എഴുതുന്നത്. എനിക്ക് 9% അല്ലേ, ഞങ്ങൾക്ക് 9%, പാവപ്പെട്ട സാധാരണ NGO യൂണിയൻകാർക്ക് 3%. എന്നിട്ടത് കൊടുത്തിട്ടുമില്ല. 10-20 ദിവസമായ ഫയൽ എടുത്ത് സർക്കാർ ഇങ്ങനെ ധനമന്ത്രിയുടെ ഓഫീസിൽ ധനമന്ത്രി അതിനകത്ത് അടയിരിക്കുകയാണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ശമ്പള പരിഷ്കരണം നടപ്പിലാക്കില്ല, പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കണമെന്ന് പറഞ്ഞ് എടുത്തു കളയണമെന്ന് പറഞ്ഞിട്ട് അത് എടുത്ത് കളയില്ല, കമ്മിറ്റി വയ്ക്കുമെന്ന് പറയുന്നു, ശമ്പള പരിഷ്കരണത്തിന് കമ്മിറ്റി വയ്ക്കുമെന്ന് പറയുന്നു, ഒന്നും ചെയ്യില്ല. അപ്പോൾ ഒരു വശത്ത് പാവപ്പെട്ട ആശാ വർക്കേഴ്സും അങ്കണവാടി അങ്ങനെയുള്ള ആളുകളെല്ലാം ബുദ്ധിമുട്ടുകയാണ്. ആ ബുദ്ധിമുട്ടിൻ്റെ ഇടയിലാണ് സാധാരണ NGO സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള NGOകളും മറ്റ് ഓഫീസർമാരുമൊക്കെ അതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടുന്നത്. എന്തുകൊണ്ട് DA കൊടുക്കുന്നില്ല? പണമില്ലെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അത് IASകാർക്കും കൊടുക്കാതിരിക്കണ്ടേ? 9% IASകാർക്ക് കൊടുക്കാം, 3% ഇവർക്ക് കൊടുക്കുള്ളൂ എന്ന് പറയുന്നത് ബാക്കി എവിടെ കൊടുക്കും? നേരത്തേക്കാണെങ്കിൽ PF ലയിപ്പിക്കുമെന്ന് പറയും. ഇപ്പോൾ PF ലയിപ്പിക്കുമോ, കൊടുക്കുമോ, എന്ന് കൊടുക്കും, ആര് കൊടുക്കും, എപ്പോൾ കൊടുക്കും, എത്ര കൊടുക്കും, ആരോടാണ് ഇതെന്ന് ചോദിക്കുക. എന്തായാലും വലിയ പ്രതിസന്ധിയിലേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് വേറെ തമാശ ഇതിനകത്തുള്ളത്, ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴും ഇടതുപക്ഷ മുന്നണിയിൽപ്പെട്ട, പ്രത്യേകിച്ച് CPM CPI വിഭാഗത്തിലൊക്കെ പെട്ട സംഘടനാ നേതാക്കൾ, അത് KGU ആവട്ടെ അല്ലെങ്കിൽ അതുപോലുള്ള സംഘടനകളാകട്ടെ, NGO യൂണിയനാകട്ടെ, ഇവരെല്ലാം ഉറങ്ങുകയാണ്. ഇത് കരുണാകരൻ്റെയോ ആൻ്റണിയുടെയോ ഉമ്മൻചാണ്ടിയുടെ കാലത്താണെങ്കിലോ, ഇനി നാളെ VD സതീശൻ്റെ കാലം വന്നാൽ VD സതീശൻ മുഖ്യമന്ത്രിയാവുന്നു, അല്ലെങ്കിൽ രമേശൻ ആരെങ്കിലും ഒരു UDF മുഖ്യമന്ത്രി വന്നാൽ പിറ്റേ ദിവസം നിങ്ങൾ എഴുതി വെച്ചോളൂ, പിറ്റേ ദിവസം സെക്രട്ടേറിയറ്റ് അട്ടിമറിക്കുന്ന രീതിയിലായിരിക്കും സമരത്തിൻ്റെ വേലിയേറ്റം കാണുന്നത്. സൂചന കണ്ടുപഠിച്ചില്ലെങ്കിൽ വീണ്ടും ആയിരങ്ങൾ ലക്ഷങ്ങൾ പിറകെ വരുമെന്ന് സമരമായിരിക്കും. ഇവിടെ ഇപ്പോൾ സമരവുമില്ല, കോടതിയുമില്ല, പത്രസമ്മേളനമില്ല, പ്രസ്താവനയുമില്ല. ഇനി സമരം ഉണ്ടെങ്കിൽ രാജ്ഭവൻ്റെ മുന്നിൽ പോയി ഗവർണർ രാജിവെക്കുക എന്ന് പറയുകയും കേന്ദ്ര സർക്കാർ നീതി പാലിക്കണമെന്ന് പറയുകയും ചെയ്യുന്ന വളരെ വളരെ വിചിത്രമായ വാദമാണ്. കേരള സർക്കാർ കൊടുക്കേണ്ടത് DA വാങ്ങിയെടുക്കാൻ കഴിയാത്ത ഉദ്യോഗസ്ഥ സംവിധാനം, അതിന് കീജെ വിളിക്കുന്ന സർവീസ് സംഘടനകൾ, അവർക്ക് കൈയടിക്കുന്ന അണികൾ. നല്ല രസകരമാണ്. കേരളത്തിലെ സിവിൽ സർവീസ് സംവിധാനം നോക്കിയാൽ, ബ്യൂറോക്രസി നോക്കിയാൽ ആരും ജോലി ചെയ്യുന്നില്ല. അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. 1.5 ലക്ഷം ഫയലാണ് സെക്രട്ടേറിയറ്റ് കിടക്കുന്നത്. എങ്ങനെയാണ് ജോലി ചെയ്യിക്കുക? അപ്പോൾ ഒരു വശത്ത് ഇത്, മറുവശത്ത് മറ്റൊരു കാര്യം. ഇതെല്ലാം കൂടി നമ്മുടെ സംവിധാനത്തെ സിസ്റ്റം തകരാറിലാണ് സാർ. പിന്നെ ഇതാരാണ് സാർ ഇനി നന്നാക്കുക? ക്യാപ്റ്റൻ ഉറക്കത്തിലാണ് സാർ.